നമസ്കാരം. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി തുടരുന്നതിനിടെ ഈജിപ്തിലെ കൈറോയിൽ വെടിനിർത്തൽ ചർച്ചകൾ പാളുന്നതായി സൂചന. ചർച്ചയിൽ പുരോഗതിയില്ലെന്നും ഗാസ യുദ്ധം ആ മേഖല മുഴുവൻ വ്യാപിപ്പിക്കുന്നതിനെ കരുതിയിരിക്കണമെന്നും ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽത്താനി പറഞ്ഞു. സിറിയയിലെ നയതന്ത്ര കാര്യാലയം ആക്രമിച്ച ഇസ്രായേലിന് ഇറാൻ തിരിച്ചടി നൽകിയതും അതിന് പകരം വീട്ടുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചതും മേഖലയിലെ സംഘർഷാവസ്ഥ വീണ്ടും രൂക്ഷമാക്കിയിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ചെറിയ പ്രകോപനത്തിന് പോലും ഉഗ്രമായ മറുപടി നൽകുമെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ടെഹ്റാനിലെ സൈനിക പരേഡ് ചടങ്ങിൽ പ്രഖ്യാപിച്ചു. ഇറാനോട് പ്രതികാരത്തിന് ഇസ്രായേൽ തീരുമാനമെടുത്തു കഴിഞ്ഞെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഡേവിഡ് കാമറൺ ജെറുസലേമിൽ പറഞ്ഞു. ഖത്തറിലെത്തിയ തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാൻ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുമായി ചർച്ച നടത്തി. ഗാസയിലേക്കുള്ള സഹായ വിതരണം, ബന്ദി കൈമാറ്റം, വെടിനിർത്തൽ സാധ്യതകൾ എന്നിവയാണ് ചർച്ചയായത്. ഹനിയ അടുത്ത ദിവസങ്ങളിൽ തുർക്കി സന്ദർശിക്കും. ഹമാസ് നേതാവുമായി ചർച്ച നടത്തുമെന്ന് തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗാൻ പാർലമെന്റിൽ പറഞ്ഞു. ഇറാന്റെ ആക്രമണം ഇസ്രായേലിനെ ക്ഷീണിപ്പിച്ചിരിക്കുകയാണ്. ഇറാന്റെ അതേ മാതൃകയിൽ തിരിച്ചടിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് മൂന്നാമതൊരു യുദ്ധത്തിന് കൂടി തിരികൊളുത്തുമെന്നും ഒരേ സമയം 3 യുദ്ധങ്ങളെ അഭിമുഖീകരിക്കാൻ ലോകം തയ്യാറല്ലെന്നും ഇസ്രായേലിന് ലോകരാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. എന്നാൽ തിരിച്ചടിക്കാതിരിക്കുന്നത് തങ്ങളുടെ ബലഹീനതയായി ചിത്രീകരിക്കപ്പെടുമെന്നാണ് ഇസ്രായേൽ കരുതുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യാക്രമണം അനിവാര്യമാണ്. ശക്തമായ പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നോളൂ എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രതികരിക്കാതിരുന്നാൽ ഇസ്രായേൽ ദുർബലമാണെന്ന് കരുതുമെന്നും ശത്രുവിന് വീണ്ടും ആക്രമിക്കാൻ തോന്നിയേക്കാമെന്നും നെതന്യാഹു മന്ത്രിസഭയിലെ മന്ത്രിമാർ പറയുന്നു. എങ്ങനെയായിരിക്കും ഇസ്രായേലിന്റെ തിരിച്ചടി എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. ഇറാനിൽ നേരത്തെ തന്നെ പലവട്ടം ഇസ്രായേൽ രഹസ്യാക്രമണങ്ങൾ നടത്തിയിട്ടുള്ളതായാണ് കരുതപ്പെടുന്നത്. അത്തരം ആക്രമണങ്ങളിലൂടെ ആണവ ശാസ്ത്രജ്ഞരുൾപ്പെടെ നിരവധി പേരെ കൊലപ്പെടുത്തിയിട്ടുള്ളതായും റിപ്പോർട്ടുകളുണ്ട്. അത്തരം നീക്കങ്ങൾ തുടർന്നും ഇറാൻ അകത്തും പുറത്തും ഇസ്രായേൽ നടത്തിയേക്കാം. ഇറാനെ ഒറ്റപ്പെടുത്തുക എന്ന തന്ത്രമാണ് മറ്റൊന്ന്. ഇസ്രായേലിനെ ആക്രമിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഇറാന് ഉപരോധം ഏർപ്പെടുത്തുമെന്ന് വ്യക്തമാക്കി US രംഗത്ത് വന്നിരുന്നു. സഖ്യരാജ്യങ്ങളും സമാനമായ രീതിയിൽ ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് കരുതുന്നതെന്നും US വ്യക്തമാക്കിയിരുന്നു. ഹമാസിനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗാസയിൽ തുടരുന്ന ആക്രമണങ്ങളിൽ ഇസ്രായേൽ കുറെ കൂടി ശ്രദ്ധ പതിപ്പിക്കും. കാരണം ഇറാനിൽ നിന്ന് പരിശീലനവും ധനസഹായവും ലഭിക്കുന്ന ഹമാസിനെ പരാജയപ്പെടുത്തുന്നത് ഇറാനുള്ള മറുപടിയാണ്. യുദ്ധം ആദ്യ ദിനം മുതൽ ഇറാന് എതിരായിട്ടാണെന്ന് ഇസ്രായേൽ സൈനിക രഹസ്യാന്വേഷണ വിഭാഗത്തിലെ റിസർച്ച് ചീഫായിരുന്ന യോസി പറയുന്നു. ഇറാന്റെ നിർണായകമായ സൈനിക ബേസ് ക്യാമ്പുകളിൽ നേരിട്ടുള്ള ആക്രമണം നടത്തുകയാണ് ഇസ്രായേലിന്റെ മറ്റൊരു പദ്ധതിയെന്ന് കരുതുന്നു. 1981 ഇറാഖിന്റെയും 2007 സിറിയയുടെയും ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് ഇസ്രായേൽ. ഊർജ ആവശ്യങ്ങൾക്ക് ആണ് ആണവ പദ്ധതികൾ എന്നാണ് ഇറാൻ പറയുന്നതെങ്കിലും അവയെ ഭീഷണിയായാണ് ഇസ്രായേൽ കണക്കാക്കുന്നത്. പല ആണവ കേന്ദ്രങ്ങളും ഭൂമിക്ക് അടിയിലായതിനാൽ ഇസ്രായേലിന് USന്റെ സഹായം വേണ്ടി വന്നേക്കാം. എന്നാൽ ഇറാനെതിരെ തിരിച്ചടിക്കാനാണ് ഉദ്ദേശമെങ്കിൽ സൈനിക സഹായം നൽകില്ലെന്ന നിലപാടാണ് US സ്വീകരിച്ചിരിക്കുന്നത്. സൈനിക കേന്ദ്രങ്ങളിൽ നടത്തുന്ന ആക്രമണങ്ങൾ ഇറാനെ ദുർബലപ്പെടുത്തുമെന്ന് മാത്രമല്ല, സാധാരണ പൗരന്മാർക്ക് നേരിടേണ്ടി വരുന്ന കെടുതികളും ഒഴിവാക്കും. വ്യോമാക്രമണത്തിലൂടെയും സൈബർ ഓപ്പറേഷനുകളിലൂടെയും നിർണായക സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ച് ഇല്ലാതാക്കുന്ന നടപടി ഇസ്രായേൽ ആദ്യമായല്ല നടത്തുന്നത്. 2022 മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റിന്റെ കാലത്ത് ഇസ്രായേൽ സൈന്യം ഇറാന്റെ ഡ്രോൺ ബേസ് ക്യാമ്പിൽ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേലിന്റെ മറ്റൊരു ലക്ഷ്യം ബോണാബ് ആറ്റമിക് റിസർച്ച് സെന്റർ ആയിരിക്കാമെന്നും നിഗമനമുണ്ട്. ഇസ്രായേലിന് അടുത്തുള്ള ഈ സെന്റർ ഇറാന്റെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളിൽ ഒന്നല്ലെങ്കിലും അതിനെ ലക്ഷ്യം വെക്കുന്നത് ഇസ്രായേലിന്റെ സൈനിക കരുത്തിനെ കുറിച്ച് വ്യക്തമായ ചിത്രം നൽകുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ഇതിനിടെ അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞ ഗാസയുടെ തെക്കേ അറ്റത്തുള്ള റഫ നഗരത്തിൽ ഇസ്രായേൽ ആക്രമണ ഭീഷണി ശക്തമായി. യുദ്ധത്തിന് മുൻപ് 2.25 ലക്ഷം പേർ താമസിച്ചിരുന്ന റഫേൽ ഇപ്പോഴുള്ളത് 15 ലക്ഷം പേരാണ്. ഗാസയിലെ ഫെർട്ടിലിറ്റി ക്ലിനിക്കിലുണ്ടായ ഇസ്രായേൽ ഷെല്ലാക്രമണത്തിൽ ശീതീകരിച്ച് സൂക്ഷിച്ചിരുന്ന 5000-ലേറെ ഭ്രൂണങ്ങൾ നശിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. അൽ ബാസ്മ IVF കേന്ദ്രത്തിൽ കഴിഞ്ഞ ഡിസംബറിലുണ്ടായ ആക്രമണത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തെക്കൻ ലബനനിൽ ഇന്നലെ വ്യാപകമായി ഇസ്രായേൽ ആക്രമണം നടത്തി. വടക്കൻ ഇസ്രായേലിലെ അറബ് അൽ അംറഷെ ഗ്രാമത്തിൽ ഹിസ്ബുല്ല നടത്തിയ വ്യോമാക്രമണത്തിൽ 13 പേർക്ക് പരിക്കേറ്റു. ഗാസയിൽ ഇന്നലെ മാത്രം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 56 പലസ്തീൻകാരാണ്. യുദ്ധം ആരംഭിച്ചതു മുതൽ ഇതുവരെ മരണം 33,899 ആയി.